നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കോപം അടങ്ങാതെ ജഗദംബിക തുടർന്ന് ശാപം ഏകിയത് ഭൂദേവിക്കാണ്. ഹേ അവനി, നീ അനേക രൂപം ഉള്ളവളായിത്തീരും, അനേകം പേരുടെ പത്നിയായിരിക്കും. എൻ്റെ ദേഷ്യത്തിന് ആധാരവും കൂടിയ നിനക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുകയില്ല. എന്നിൽ ഉണ്ടാകേണ്ടിയിരുന്ന പുത്രഭാഗ്യത്തെയാണ് നീ തടുത്തത്. വാനോരെല്ലാം സലജ്ജം തലകുനിച്ചു. ദേവേന്ദ്രനാകട്ടെ സഭയം വരുണദിക്കിലേക്ക് ഓടിപ്പോയി. ഹിമാലയ മഹാഗിരിയുടെ വടക്കേ ശിഖരപാർശ്വത്തിൽ ദേവിയും ഒന്നിച്ച് മഹേശ്വരൻ ഇരുന്ന് തപസ് ആരംഭിച്ചു. രാമ, പാർവതി ദേവിയുടെ കഥ ഞാൻ വിവരിച്ചു. ഇനി ഗംഗാ മഹാത്മ്യത്തെ പറയാം. ലക്ഷ്മണനോടുകൂടിയ ഉണ്ണി കേട്ടുകൊള്ളൂ. ഗിരിജാദേവിയും ഒന്നിച്ച് മഹാദേവൻ കൊടും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം, സർവ സൈന്യാധിപനായൊരു ദേവൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന വാനോർ, ഇന്ദ്രൻ, അഗ്നി എന്നിവരെ മുൻനിർത്തി വിധാതാവിൻ്റെ സമീപത്തിൽ ചെന്ന് വന്ദിച്ചുകൊണ്ട്, ലോകനാഥ, ഞങ്ങളുടെ സേനാനായകനായി അവിടുന്ന് കൽപ്പിച്ചിരുന്ന രുദ്രദേവൻ ഉമാദേവി ഒന്നിച്ച് തപസ് ചെയ്യുകയാണല്ലോ. ലോകങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ തക്ക ഒരു സേനാനായകനെ കൽപ്പിച്ചു തരുവാൻ ദയവുണ്ടാകണേ. ഞങ്ങളെല്ലാവർക്കും ഉറ്റ ആശ്രയമായിട്ടുള്ളത് അവിടുന്നല്ലാതെ മറ്റാരാണ്? ഈ വാക്കുകൾ കേട്ട വിധാതാവ് മധുരമായി ഇങ്ങനെ ഉത്തരമേകി: നിങ്ങളുടെ പത്നിമാരിൽ പുത്രന്മാർ ഉണ്ടാവുക ഇല്ലെന്ന് ലോകജനനിയായ പാർവതി ദേവി പറഞ്ഞത് ഓർമ്മയില്ലേ? ആ ശാപം ഒരിക്കലും പാഴാവുകയില്ല. ഇതാ ആകാശഗംഗ. ഈ ദേവിയിൽ ശൈവ തേജസ്സു ചേർത്തു അഗ്നി സന്താനോൽപാദനം ചെയ്യട്ടെ. അമര സേനാപതിയും ശത്രുജേതാവുമായൊരു ഉണ്ണിയുണ്ടാകും. മാമല മകളായ പാർവതിയും ആ ഉണ്ണിയെ ഏറ്റവും മാനിക്കും, സ്നേഹം ചൊരിയും, സംശയമില്ല. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ ദേവന്മാരെ വളരെയധികം കൃതാർത്ഥരാക്കി. നമസ്കരിച്ച് സ്തുതിച്ചുകൊണ്ട് അവർ പോയി. രാമ, സർവധാതുപൂർണമായ കൈലാസാദ്രിയിൽ എത്തിയ ദേവന്മാർ അഗ്നിദേവനോട് സാദരം പറഞ്ഞു: അഗ്നിദേവ, രുദ്ര തേജസ്സിനെ ഗംഗാദേവിയിൽ അണയ്ക്കൂ. ദേവന്മാരുടെ അഴല് ഒഴിക്കുവാൻ അങ്ങ് ഇത് ചെയ്യണം. ഗിരിനന്ദിനി ഗംഗാദേവിയോട് പാവകദേവൻ പറഞ്ഞു: ദേവ, ദേവകാര്യാർത്ഥമായി അവിടുന്ന് രുദ്ര തേജസ് സ്വീകരിച്ച് ഗർഭം ധരിക്കണം. അങ്ങനെയാകാം എന്നേറ്റ ഗംഗ അതിദിവ്യ രൂപമാർന്ന് അപ്രത്യക്ഷമായി. രുദ്രതേജസ്സിനെ ദേവിയുടെ സർവാവയവങ്ങളിലും വഹിനിദേവൻ തൂകി. അത്യുജ്വലമായ രുദ്ര തേജസ് ഗംഗയുടെ സർവപ്രവാഹങ്ങളിലും നിറഞ്ഞു. എരിപൊരി കൊണ്ടു തുടങ്ങിയ ദേവി അഗ്നിയോട് വേദനയാർന്ന് പറഞ്ഞു: വഹിനിദേവ, അങ്ങ് എന്നിൽ നിക്ഷേപിച്ച തേജസ് വഹിക്കുവാനുള്ള കെൽപ്പ് എനിക്കില്ല. ഞാൻ ദഹിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. സർവ ദേവവന്ധ്യനായ ഭൂതാശനൻ ദേവി ധരിച്ച ദിവ്യഗർഭത്തെ ഹിമാദ്രിസാനുവിലേക്ക് പതിപ്പിച്ചാലും എന്നിങ്ങനെ നിർദ്ദേശമേകി. അതനുസരിച്ച് ഗംഗാദേവി സർവസ്രോതസ്സുകളിൽ നിന്നും ഉജ്ജ്വല ഗർഭത്തെ ഗിരിവര പാർശ്വത്തിൽ വിസർജിച്ചു. അരുണ നിറത്തിലുള്ളവ തങ്കമായി, വെളുത്തത് പരിശുദ്ധ വെള്ളിയും, തീഷ്ണതയിൽ നിന്നുണ്ടായത് ഇരുമ്പാണ്. ദേവിയുടെ ദേഹജമായ അഴുക്കിൽ നിന്ന് തകരവും ഈയവും രൂപം കൊണ്ടു. ഇങ്ങനെ എല്ലാ ധാതുക്കളും ഭൂമിയിൽ ഉണ്ടായതിനു പുറമെ ഗർഭതേജസ്സു തട്ടിയ ശൈലശിഖരവും അരണ്യവും സ്വർണവർണവുമായി മാറുകയും ചെയ്തു. അന്നു മുതൽക്കാണ് അഗ്നിസദൃശമായ പ്രഭ എഴുന്ന കനകം ഉണ്ടായത്. ഞാൻ മുഖൻ അവിടേക്ക് എഴുന്നള്ളി അരുളി ചെയ്തു: ഗംഗ നസിച്ച ഗർഭ തേജസ്സിൻ്റെ നിറവും രൂപവും ഏതാണോ അതെന്നും നിലനിൽക്കുന്ന ധാതുക്കളായി തീരട്ടെ. ശരവണത്തിലെ പുല്ലും ചെടിയും വൃക്ഷങ്ങളും കൂടി സ്വർണമായി തീർന്നു. അതിൻ്റെ മധ്യത്തിൽ അതികോമളനായൊരു ബാലൻ കിടക്കുന്നു. കുഞ്ഞിനെ കണ്ട ഇന്ദ്രാദി ദേവന്മാർ കൃത്തികാദേവികളെ കൊണ്ടാണ് മുല കൊടുക്കുവാൻ ഏൽപ്പിച്ചത്. 6 ദേവിമാരും ഒപ്പം പറഞ്ഞു: ഈ ഓമനക്കുട്ടി ഞങ്ങളുടെ മകനാണ്. ദേവശ്രേഷ്ഠന്മാർ സസന്തോഷം അരുളി ചെയ്തു: സംശയമില്ല, കാർത്തികേയൻ എന്ന പേരിനാൽ 3 ലോകങ്ങളിലും അനശ്വര യശസ് ആർജിക്കുന്നവനാകും ഈ ബാലൻ. അമേയ ശ്രീ കൊണ്ട് അഗ്നിജ്വാല പോലെ പ്രകാശിക്കുന്ന മനോമോഹന കുമാരൻ ഗർഭാംബു കന്നനായിരുന്നതിനാൽ സ്കന്ദൻ എന്ന വാനവർ വാഴ്ത്തി. കൃത്തികാദേവികൾ കുഞ്ഞിനെ കുളിപ്പിച്ച് എടുത്തപ്പോൾ 6 പേർക്കും മുല ചൊരന്നു. അത്ഭുത ജനകമായ മട്ടിൽ ആ ബാലൻ 6 മുഖങ്ങളെ കൊണ്ട് ഒപ്പം 6 ദേവിമാരുടെയും മുല കുടിച്ചു. ആ സ്തന്യപാനത്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സുകുമാര കളഭേരനായ ബാലൻ അതുല്യ തേജസ്വിയായി തീർന്നു. ഇത്രമാത്രം പ്രതാപ എന്നൊരു ദേവൻ അന്ന് വരെ ഉണ്ടായിട്ടില്ല. അഗ്നി, ഇന്ദ്രൻ തുടങ്ങിയ ദേവവര്യന്മാർ സ്വവിക്രമം കൊണ്ട് ദാനവപടകളെ കീഴൊതുക്കിയ ബാലനെ
ദേവസേനാപതിയായി അഭിഷേകിച്ചു. ഉണ്ണി രാമ ഗംഗാദേവിയുടെ കഥ ഞാൻ വിസ്തരിച്ചു പറഞ്ഞു. ധന്യധന്യവും പുണ്യ സംവർദ്ധകവുമാണ് സുരസേനാഗണപതിയായ കുമാരൻ്റെ ചരിത്രം. കാർത്തികേയ ചരിത്രം ഭക്തി ശ്രദ്ധകളോടെ കേൾക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കും. ബ്രഹ്മലോകപ്രാപ്തി സിദ്ധിക്കും. സ്കന്ധനിൽ ഭക്തിയുള്ള മനുഷ്യന്മാർ പുത്രപൗത്രാദികളൊത്ത് ദീർഘായുസ് അനുഭവിച്ച് അവസാനം ഷൺമുഖദേവന്റെ ലോകത്തിലെത്തും. തീർച്ച. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.